സ്തോത്രം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പുറപ്പാട് 19 അധ്യായം. സ്തോത്രം. നിങ്ങൾ 1 മുതൽ വായിച്ചു നോക്കണം. മോശയോടൊക്കെ ദൈവം സംസാരിക്കുന്നു. മോശ ദൈവം പറഞ്ഞത് ജനത്തോട് സംസാരിക്കുന്നു. 2 ടൈപ്പ് പാസ്റ്റേഴ്സ് ഉണ്ട്. അഗ്രോനെ പോലെയുള്ളവരുണ്ട്, സ്തോത്രം, മോശയെ പോലെയുള്ളവരുണ്ട്. അഗ്രോനെ പോലെയുള്ളവരെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ജനത്തിനു വേണ്ടി, ജനത്തിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി, ജനം പറയുന്നതിനെ സ്തോത്രം ഒത്തവണ്ണം പ്രസംഗിക്കുന്ന പാസ്റ്റേഴ്സ്. ഇത് പറയുമ്പോൾ നിങ്ങൾ പറയും ഞാനെന്തോ വലിയവനാണ്, അവൻ നമ്മളെ അതൊന്നുമല്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, 2 ടൈപ്പ് പ്രവർത്തനം ഇന്ന് നമ്മുടെ സഭകളിൽ നടക്കുന്നത്. 2 ടൈപ്പ് പ്രവർത്തനം. ഒന്ന്, ഞങ്ങൾക്കൊരു ദൈവത്തെ താ. ഇസ്രായേലിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന മോശയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് മുമ്പിലോട്ട് പോയ ഒരു ദൈവം. ആ ഗുരുവൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങളെ കാതിൽ ഇട്ടിരിക്കുന്ന കുണുക്കുകൾ കൊണ്ടുപോകും. അഹ്റോൻ മനസ്സിലാകുന്നില്ല. അഹ്റോൻ അത് കൊണ്ടുവന്ന് അവരുടെ കയ്യിൽ നിന്ന് അഹ്റോൻ അത് വാങ്ങിച്ചു നേരെ തീക്കകത്തിട്ടു. തീക്കകത്തിട്ടപ്പോൾ തീയിൽ നിന്നൊരു കാളക്കുട്ടി വന്നു. ഇന്ന് നമ്മുടെ സഭകളിൽ പല തീകളും കത്തുന്നുണ്ട്. ആരാധനയിൽ പല തീകൾ കത്തുന്നുണ്ട്. ഉപവാസ പ്രാർത്ഥനയിൽ പല തീകൾ കത്തുന്നുണ്ട്. കൈയടിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. എൻ്റെ ചോദ്യം, കേൾക്കുന്ന നിങ്ങൾ മാറിയ 41 ദിവസത്തെ ഉപവാസം, 21 ദിവസത്തെ ഉപവാസം നമ്മുടെ സഭകളിലുണ്ട്. നമ്മൾ മാറിയ, നമ്മൾ 41 ദിവസം വചനം കേട്ട് ശ്രദ്ധിച്ചിരിക്കും, ഇല്ലെങ്കിൽ 21 ദിവസം വചനം കേട്ട് ശ്രദ്ധിച്ചിരിക്കും. അത് കഴിഞ്ഞ ഫാസ്റ്റിംഗ് പ്രെയർ കഴിഞ്ഞ നമ്മൾ പഴയ ആൾ തന്നെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ മോശ എവിടെ ഇരിക്കുന്നു? ദൈവത്തിൻ്റെ അടുക്ക് ഇരിക്കുന്നു. മോശയ്ക്ക് ദൈവം തൻ്റെ ജനം എങ്ങനെ നടക്കണമെന്ന് കൽപ്പന കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്, ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അഹ്റോൻ താഴെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഹല്ലേലൂയ. അഹ്റോൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അഹ്റോൻ ചെയ്യുന്നതിൻ്റെ കാരണം എന്തുവാ? ജനം തെറിച്ചു പോകാതിരിക്കാൻ അഹ്റോൻ്റെ മൈൻഡിൽ കിടക്കുന്ന ഒരു സംഭവം. അവിടെയാണ് ആ കാളക്കുട്ടി പുറത്തു വന്നതും. കഷ്ടതയിൽ ഇസ്രായേൽ ജനം അനുഭവിച്ച, മിസ്രൈമിൽ കിടന്ന കഷ്ടതയിൽ മറന്ന് അവരെ ഇഷ്ടത്തിന് അവരെ ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷെ നിൻ്റെ നിലവിളി കേട്ട് ഇറങ്ങി വന്ന ദൈവം മോശയുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മോശയുടെ അടുത്ത് ദൈവം പറയണം, മോശേ, നീ കൊണ്ടുവന്ന ജനം വഷളത്തമായി പോയി, പെട്ടെന്ന് താഴെ പോകും, ഇല്ലെങ്കിൽ ഞാൻ അവരെ കൊല്ലും. ദൈവം പറയുന്നു. ചിന്തിക്കുക, ഈ 2 ടൈപ്പിൽ നിങ്ങൾ ഏത് പാസ്റ്ററാണ്? പറ, നിങ്ങൾ സ്വയം ചിന്തിക്കുക. കാരണം ദൈവം എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിൽ ഒരു അമ്മയുടെ ഉദരത്തിൽ സ്തോത്രം അയച്ചതിൻ്റെ കാരണം എന്തുവാ? ദൈവ വേല ചെയ്യാൻ, ദൈവ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ വേല ചെയ്യാൻ. ഇന്ന് അനേകവർ സഭയിലുള്ള ജനം തെറിച്ചു പോകാതിരിക്കാൻ, ശ്രദ്ധിച്ച് കേട്ടോ, തെറിച്ചു പോകാതിരിക്കാൻ. ഹലോ, ഞാൻ കേൾക്കട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വന്നില്ലെങ്കിൽ നീ എങ്ങനെ സഭ നടത്തും? നിങ്ങളെങ്ങനെ ചർച്ച നടത്തും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരണമെന്ന് യേശു പറയുന്നു. അപ്പോൾ അതെന്തിനാ? അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് പരിശുദ്ധാത്മാവിനാൽ എന്തോ വലിയ അത്ഭുതങ്ങൾ ചെയ്യാനും ജനത്തിനൊരു മാറ്റത്തിനല്ലേ നമ്മൾ ദൈവം വിളിച്ചിരിക്കുന്നത്. കറക്റ്റല്ലേ? തെറ്റാണെങ്കിൽ നിങ്ങൾ തെറ്റെന്ന് പറയാം. പിന്നെ ഇത് കേട്ടിട്ടിരുന്നുകൊണ്ട് ഈ ജഡ്ജിമാരെ പോലെ ആവരുത്. ഈ ചില പാസ്റ്റേഴ്സ് ഉണ്ട്, ഇങ്ങനെ വിധി എഴുതായിരിക്കും, അതുപോലെ ഒന്നും ആവരുത്. ബൈബിളിൻ്റെ വചനമാണോ പറയുന്നത്, അതോ ഇവൻ ആള് കളിക്കുകയാണെന്നൊക്കെ നിങ്ങൾ നോക്കണം. ഹല്ലേലൂയ, സ്തോത്രം. തൊണ്ടയ്ക്ക് ചെറിയൊരു അസ്വസ്ഥത, അതാ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ടത്, മോശ ദൈവസന്നിധിയിൽ ഇരിക്കുക. കർത്താവ് പറഞ്ഞു, നിങ്ങൾ കയറി വാ. ഇന്ന് നമ്മൾ പലവരും ഞായറാഴ്ചകളിൽ മാത്രമാണ്, ശനിയാഴ്ച വൈകുന്നേരം കുറച്ചൊരു ഇരിപ്പാണ്. നോ, നിൻ്റെ ജീവിതകാലം മൊത്തം നീ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടന്നേ പറ്റൂ. പരിശുദ്ധാത്മാവ് നിനക്ക് തരുന്നത് നീ ജനത്തോട് പ്രസംഗിച്ചേ പറ്റൂ. ജനത്തിൻ്റെ മുഖം നോക്കി പ്രസംഗിക്കരുത്. കാരണം ദൈവത്തിന് മാത്രമേ അറിയാവൂ ഈ ജനം ആരാണെന്ന്. ബൈബിൾ വായിച്ചു നോക്കി, എപ്പോഴും പറയും ദുഃഖാഠ്യമുള്ള ജനം. യേശു പറയുന്നു, ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസമില്ലേ?
അക്കരയ്ക്ക് പോകാനായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, യേശു പടകിൽ കിടക്കുമ്പോൾ തിരകൾ തള്ളിക്കയറുമ്പോൾ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലേ എന്ന് ചോദിച്ചതാണ് ശിഷ്യന്മാർ. ജനത്തിനെ നന്നായി അറിയുന്ന ഒരാളാണ് നസറേനായ യേശു. എനിക്കും നിങ്ങൾക്കും ജനത്തെ സത്യം പറഞ്ഞ് അറിയുന്നുണ്ടാ, ഉറപ്പ് പറയാം. കാരണം ജനം അവരിങ്ങനെയാക്കും, ഇങ്ങനെയാക്കും. ഹല്ലേലൂയ. മുഖംമൂടിയാണ്. സഭയിൽ വരുമ്പോൾ ഒരു മുഖംമൂടി, പാസ്റ്റേഴ്സിനെ കാണുമ്പോൾ ഒരു മുഖംമൂടി, പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു മുഖംമൂടി. ശ്രദ്ധിച്ചു നോക്കുക. നീ എത്ര മുഖംമൂടിയിട്ടിരുന്നാലും നസ്രായനായ യേശു നിൻ്റെ ഹൃദയത്തെ കാണുന്നുണ്ട്. ഈ പ്രസംഗിക്കുന്ന എൻ്റെ ഹൃദയത്തെ സ്തോത്രം കാണുന്നുണ്ട്. എന്തുകൊണ്ട് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത്? ഇന്ന് സഭയിൽ 2 തരം പാസ്റ്റേഴ്സ്, 2 തരം പ്രസംഗങ്ങളുണ്ട്. കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കുന്ന ജനത്തിനു വേണ്ടി, പക്ഷെ ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു മോശയുണ്ട്. ഇതിൽ നിങ്ങൾ ആരാണെന്ന് സ്വയം കണ്ടെത്തുക. ദൈവം നമ്മളോട് പറയുന്നത് മനുഷ്യൻ അസാധ്യം, എൻ്റെ ദൈവത്താൽ സാധ്യം. എന്തു വിഷയമുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിനാൽ ഇരുന്ന് ജനത്തിന് എന്താണ് വേണ്ടെന്ന് ദൈവസന്നിധിയിൽ കേട്ട് ഈ നാളുകളിൽ പ്രസംഗിക്ക്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും പറഞ്ഞ ആരെയും ചീളാക്കാനല്ല, സീരിയസ് ആയിട്ട് ആരെയും വിഷമിപ്പിക്കാനല്ല. ഇന്ന് ജനത്തിൻ്റെ അണ്ടറിലാണ് പാസ്റ്റർമാർ കിടക്കുന്നത്. അല്ല, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അണ്ടറിൽ വേണം ഇരിക്കാൻ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.